morning, students. Today we will continue the chapter survey. Now, study Commerce survey. Commerce survey can be used for surveying large areas by measuring angles and directions from a non-meridian or arbitrary meridian. This is suitable for aligning canals, roads, railway lines, etc. കോമ്പസ് സർവേ എന്ന് പറയുന്നത് സാധാരണയായിട്ട് അറിയുന്ന ഒരു മെറിഡിയൻ അല്ലെങ്കിൽ നോൺ മെറിഡിയൻ അല്ലെങ്കിൽ ഒരു ആർബിട്രറി മെറിഡിയൻ അതിനെ അടിസ്ഥാനപ്പെടുത്തി അതിൽ നിന്നും ഡയറക്ഷൻസ് ആംഗിളുകളും കണ്ടുപിടിക്കുക എന്നാണ് കോമ്പസ് സർവേ പ്രകാരം ചെയ്യാൻ കഴിയുന്നത്. അതിന്റെ ലെങ്ത് ഒക്കെ കാണണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ടേപ്പ്, ചെയിന് അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയം ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. This is suitable for aligning canals, roads, railway lines, etc. ഇത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് റോഡുകളുടെ, കനാലുകളുടെ, റെയിൽവേ ലൈനിന്റെ എല്ലാം അലൈൻമെന്റ് വർക്കിന് വേണ്ടിയിട്ടാണ്. അലൈൻമെന്റ് വർക്കിന് വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് കോമ്പസ് സർവേയും ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് കോമ്പസ്. ടൈപ്സ് ഓഫ് കോമ്പസ്. ടൈപ്സ് ഓഫ് കോമ്പസ്. Compasses are used for rough to precise measurement of directions and angles. കോമ്പസുകൾ ഉപയോഗിക്കുന്നത് റഫ് ആംഗിൾസ് മുതൽ അല്ല പ്രീഷ്യസ് ആയിട്ടുള്ള ആംഗിൾ മെഷർമെന്റ് വരെയുള്ള മെഷർമെന്റിനാണ് കോമ്പസ് ഉപയോഗിക്കുന്നത്. ആംഗിൾസ് മാത്രമേ അതിൽ മെഷർ ചെയ്യാൻ കഴിയുള്ളൂ. അത് ഒരു നോൺ മെറിഡിയനിൽ നിന്നും അല്ലെങ്കിൽ ഒരു ആർബിട്രറി മെറിഡിയനിൽ നിന്നുമാണ് നമ്മൾ ആംഗിൾസ് കണ്ടുപിടിക്കുക. മനസ്സിലായോ? അതില് സാധാരണയായിട്ട് രണ്ടു തരം കോമ്പസുകൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഒന്ന് സർവേസ് കോമ്പസ് എന്ന് പറയും, മറ്റൊന്ന് പ്രിസ്മാറ്റിക് കോമ്പസ് എന്ന് പറയും. രണ്ടു തരം കോമ്പസുകളാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഒന്ന് സർവേസ് കോമ്പസ്, സെക്കൻഡ് വൺ പ്രിസ്മാറ്റിക് കോമ്പസ്. ഈ സർവേസ് കോമ്പസ് എന്ന് പറയുന്നത് അതില് ഇതാണ് നമ്മുടെ ഒരു കോമ്പസിന്റെ ഔട്ടർ ലൈൻ. അതിലെ ഗ്രാജുവേഷൻസ് എന്ന് പറയുന്നത് അതിന്റെ ബോക്സില് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ബോക്സില് ഉറപ്പിച്ചിരിക്കുക അതിന്റെ ഗ്രാജുവേഷൻസ്. ഇവിടെ 0, 90, 0, 90, നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഇതിന്റെ ബോക്സില് ഡയറക്റ്റ് ആയിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ഗ്രാജുവേഷൻസ് സർവേസ് കോമ്പസില്. അതേസമയം പ്രിസ്മാറ്റിക് കോമ്പസില് അങ്ങനെയല്ലത്. ഓക്കെ, ഇതാണ് നമ്മുടെ നീഡില്, മാഗ്നറ്റിക് നീഡിലാണ് ഇത്. ഇതിന്റെ ഗ്രാജുവേഷൻസ് ആണ്. ഈ മാഗ്നറ്റിക് നീഡിൽ ഇത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. അതേസമയം ഈ ബോക്സിനോട് കൂടെ ഒരു ഐവെയിനും ആൻഡ് ഓബ്ജക്റ്റ് വെയിൻ, രണ്ട് വെയിൻ ഉണ്ടാവും. ഐവെയിൻ ഉണ്ടാവും, ഒബ്ജക്റ്റ് വെയിൻ ഉണ്ടാവും. അപ്പോൾ ഐവെയിനും ഒബ്ജക്റ്റ് വെയിനും എങ്ങനെ ഇരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ കോമ്പസ് ആണ്. ഈ കോമ്പസ് ഒരു സർവേസ് കോമ്പസ് നിർബന്ധമായ ഒരു ട്രിപ്പോഡിന്റെ മുകളിൽ ഫിക്സ് ആക്കിയിരിക്കണം. ട്രിപ്പോഡിന്റെ മുകളിൽ കൈപിടിച്ച് ചെയ്യാൻ കഴിയുന്ന കോമ്പസ് അല്ല. സർവേസ് കോമ്പസ് നല്ലൊരു ട്രിപ്പോഡിന്റെ മുകളിൽ ഫിറ്റ് ആക്കിയിരിക്കണം. അതിൽ ഒരു ഐവെയിനും ഒരു ഒബ്ജക്റ്റ് വെയിനും ഉണ്ടായിരിക്കും. ഒരു സ്ലിറ്റുകളാണ് ഇതിനുള്ളിൽ ഉണ്ടാവുക, ചെറിയൊരു സ്ലിറ്റുകളാണ് ഉണ്ടാവുക. ഇതിൽ കൂടെ നമ്മളെ നോക്കുന്നു, ഇതിൽ കൂടെ ഇതിന്റെ ഡയറക്ഷൻ ഇതിലൂടെ വെച്ചിട്ട് അങ്ങനെ കറക്റ്റ് നമ്മൾ നോക്കുകയാണ് ചെയ്യുക. ഇതിന്റെ വ്യൂ എൻഡിലൊരു സ്ലിറ്റ് മാത്രമാണ് ഉണ്ടാവുക. അതേസമയം പ്രിസ്മാറ്റിക് കോമ്പസിൽ അവിടെ ഒരു ഇതുണ്ടാവും, പ്രിസം ഉണ്ടാവും. ഇതില് സൈറ്റിങ് വ്യൂവിങ്ങും
സൈറ്റിംഗ് വ്യൂവിംഗ് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത്. സൈറ്റിംഗ് മാത്രം ആദ്യം നമ്മളിവിടെ കറക്റ്റ് നോക്കുന്നു, സൈറ്റിംഗ് നടത്തുന്നു, സൈറ്റിംഗ് നടത്തിയിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ ഇതിനെ കറക്റ്റിട്ട് ആ സൈറ്റിൽ ലൊക്കേറ്റ് ചെയ്യുന്നു. ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വ്യൂവിംഗ് നടത്തുന്നതിന്റെ മുകളിൽ കൂടെയാണ്. സൈറ്റിംഗ് വ്യൂവിംഗ് സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത്. പിന്നെ ഇതിലെ ഗ്രാജുവേഷൻസ് ഏത് രീതിയിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്, ക്വാഡ്രന്റൽ രീതിയിലാണ് ഇതിലെ ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ക്വാഡ്രന്റൽ ബെയറിംഗ് സിസ്റ്റം, ക്വാഡ്രന്റൽ ബെയറിംഗ് സിസ്റ്റം ഉപയോഗിച്ചിട്ടുള്ള രീതിയിലാണ് ഇതിൽ ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്തത്. അതാണ് അതിനകത്ത് പറഞ്ഞത് 0 to 90, 0 to 90, 0 to 90, 0 to 90. ഇതേപോലെ ക്വാഡ്രന്റൽ ബെയറിംഗ് സിസ്റ്റം രീതിയിലാണ് ഇതിലെ ഗ്രാജുവേഷൻസ് മാറുന്നത്. പിന്നെ റീഡിംഗ് എടുക്കുന്നത് നമ്മൾ ടോപ്പ് ക്ലാസ്സിൽ കൂടെ തന്നെ നോക്കണം. ഇത് റിപ്പോർട്ട് നിർബന്ധമാണ്. ഇതെല്ലാമാണ് ഈ സർവേസ് കോമ്പസിന്റെ പ്രത്യേകത. നെക്സ്റ്റ് പ്രിസ്മാറ്റിക് കോമ്പസ്. ഇതും അതുപോലെ തന്നെ ഡയറക്ഷൻസും ആംഗിളും എല്ലാം നോക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. Prismatic compass is the most convenient and portable form of magnetic compass, which can either be used as a hand instrument or fitted on a tripod. ഇത് നമുക്ക് കൈ പിടിച്ചിട്ട് നോക്കാം, അതുപോലെ തന്നെ ട്രിപ്പോഡിന്റെ മുകളിൽ ഫിറ്റ് ആക്കിയിട്ട് നോക്കാം. It consists of object vane, eye vane with prism and a graduated ring from 0 to 360 degrees engaged in an outer circle with a glass top. അതായത് ഇതില് നമ്മുടെ കോമ്പസ് എങ്ങനെയാണെങ്കിൽ കോമ്പസില് നമ്മുടെ ഗ്രാജുവേഷൻസ് നടത്തിയിരിക്കുന്നത് ഈ കാണുന്നത് നമ്മുടെ കോമ്പസ് നീഡിലാണ്. കോമ്പസ് നീഡില് നമ്മുടെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് ഗ്രാജുവേഷൻസ് ഉണ്ടാവുക. ഇതാണ് നമ്മുടെ കോമ്പസ് നീഡില്. ഈ കോമ്പസ് നീഡിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്, ഗ്രാജുവേഷൻസ്. ഇതിലാണ് ഗ്രാജുവേഷൻ 0, അങ്ങനെ 90, 180, 270, 360 അങ്ങനെ കണ്ടിന്യൂസ് ഗ്രാജുവേഷൻസ് ആണ്. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. നോർത്തിൽ നിന്നും ഈസ്റ്റ് വഴി, സൗത്ത് വഴി, വെസ്റ്റ് വഴി നോർത്തിലേക്ക് വീണ്ടും 0 to 360 ഡിഗ്രി ഗ്രാജുവേഷൻസ് ഉണ്ടാവും. ഈ പ്രിസ്മാറ്റിക് കോമ്പസിൽ ഉണ്ടാവും. അതിന്റെ ഗ്രാജുവേഷൻസും നീഡിലും ഒരുമിച്ച് ഒരു റിംഗാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീഡിൽ മൂവ് ചെയ്യുമ്പോൾ ഗ്രാജുവേഷൻസും അതിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് അതില് ഗ്രാജുവേഷൻസ് ഇരിക്കുന്നത്. ഇതില് ഒരു ഐവേനും ഒബ്ജക്റ്റ് വെയിനും ഉണ്ടാവും, ഒരു ഐവേനും ഉണ്ടാവും, ഒരു ഒബ്ജക്റ്റ് വെയിനും ഉണ്ടാവും. നമ്മൾ കണ്ട പോലെ ഒരു ഐവേനും ഒരു ഒബ്ജക്റ്റ് വെയിനും ഉണ്ടാവും. ഐവേയില് നമുക്ക് കാണാൻ കഴിയും, അതേസമയം ഒബ്ജക്റ്റ് വെയിനില് പിന്നെ ഒരു പ്രിസം കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ പ്രിസത്തില് കൂടി നമുക്ക് ഐവേയിൽ നിന്ന് തന്നെ റീഡിങ് ഡയറക്റ്റ് കാണാൻ കഴിയും. നമ്മുടെ ഡയറക്ഷന്റെ ആംഗിൾ നമുക്ക് ഇതിനുള്ളിലുള്ള ആംഗിൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ആ സൈറ്റിംഗ് ടൈമിൽ തന്നെ വ്യൂവും ചെയ്യാം. സൈറ്റിംഗ് ആൻഡ് വ്യൂവിംഗ് ഡൺ സൈമൾട്ടേനിയസ്ലി, രണ്ടും ഒറ്റ ടൈമില് ചെയ്യാൻ കഴിയും. ഗ്രാജുവേഷൻ 0 to 360 ആണ്. ഇത് ഉപയോഗിക്കുന്നത് WCB ഹോൾ സർക്കിൾ ബെയറിംഗ് സിസ്റ്റം ആണ്. ഹോൾ സർക്കിൾ ബെയറിംഗ് സിസ്റ്റം ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നേരത്തെ നമ്മള് ക്വാഡ്രന്റൽ ബെയറിംഗ് സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഹോൾ സർക്കിൾ ബെയറിംഗ് സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബെയറിംഗ്സ് ആൻഡ് ആംഗിൾസ്. ബെയറിംഗ്സ് ആൻഡ് ആംഗിൾസ്. ബെയറിംഗ്സ് ആൻഡ് ആംഗിൾസ്. The direction of a survey line can be established either with relation to each other
or with relation to any meridian. The first will give angle between two lines. ആദ്യത്തെ രണ്ട് ലൈനുകൾ തമ്മിലുള്ള ആംഗിൾ ആണ് വരുന്നത്. While the second will give the bearing of the line. രണ്ടാമത്തെ നമ്മൾ പറയുന്നത് ബെയറിംഗ് എന്ന് പറയും, ആംഗിൾ എന്നല്ല പറയുന്നത്, അതിനെയാണ് ബെയറിംഗ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ഒരു മെരീഡിയനിൽ നിന്നാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഏതായത് ഒരു മെരീഡിയൻ ആയിട്ട് ഇവിടെ സങ്കല്പിക്കുന്നത് ഒരു മെരീഡിയൻ ആണ്. ഈ മെരീഡിയനിൽ നിന്നാണ് ഈ ആംഗിൾ ആണ്, ഇതിനെ ബെയറിംഗ് എന്ന് പറയും. ഒരു മെരീഡിയനും നമ്മുടെ സർവേ ലൈൻ തമ്മിലുള്ള ആംഗിള് ആണ് ബെയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ബെയറിംഗ് ലൈൻ is its direction related to a given meridian. അതാണ് പറയുന്നത്. ഒരു മെരീഡിയനിൽ നിന്നും ബന്ധപ്പെടുത്തി നമ്മളൊരു ലൈൻ ആക്കുകയാണെങ്കിൽ അതിന്റെ ഡയറക്ഷൻ ആണ് ബെയറിംഗ് എന്ന് പറയുന്നത്. ബെയറിംഗ് ഓഫ് എ ലൈൻ ഈസ് ഇറ്റ്സ് ഡയറക്ഷൻ റിലേറ്റഡ് ടു എ ഗിവൺ മെരീഡിയൻ. എ മെരീഡിയൻ ഈസ് എനി റെഫറൻസ് ഡയറക്ഷൻ സച്ച് ആസ് ട്രൂ മെരീഡിയൻ, മാഗ്നറ്റിക് മെരീഡിയൻ, ആർബിട്രറി മെരീഡിയൻ. മെരീഡിയൻ എന്ന് പറയുന്നത് മൂന്ന് തരത്തിലുണ്ട്. ഒന്ന് ട്രൂ മെരീഡിയൻ എന്ന് പറയും, സെക്കൻഡ് വൺ മാഗ്നറ്റിക് മെരീഡിയൻ എന്ന് പറയും, തേർഡ് വൺ ആർബിട്രറി മെരീഡിയൻ എന്ന് പറയും. ട്രൂ മെരീഡിയൻ, എന്താണ് ട്രൂ മെരീഡിയൻ? ട്രൂ മെരീഡിയൻ ഈസ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് ഓഫ് ദ എർത്ത് and which intersects with the point on the surface of the earth. അത് നമ്മുടെ ഭൂമിയുടെ നോർത്ത് പോളും സൗത്ത് പോളും ഇതിലുള്ള ലൈൻ പാസ് ചെയ്യുമ്പോൾ ഭൂമിയുടെ ഇന്റർസെക്ട് ചെയ്യുന്നു. ആ ലൈനാണ് നമ്മുടെ എന്ത് പറയുന്നത്, ട്രൂ മെരീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഭൂമിയുടെ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് പാസ് ചെയ്യുന്നത് നമ്മുടെ ഭൂമിയിൽ ഇന്റർസെക്ട് ചെയ്തിട്ടാണ് പാസ് ചെയ്യുകയെങ്കിൽ ആ ലൈനാണ് നമ്മുടെ ട്രൂ മെരീഡിയൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മാഗ്നറ്റിക് മെരീഡിയൻ. മാഗ്നറ്റിക് മെരീഡിയൻ ത്രൂ എ പോയിന്റ് ഈസ് ദ ഡയറക്ഷൻ ഷോൺ by a freely suspended and properly balanced magnet needle free from all other attractive forces. The direction of a magnetic meridian can be established with the help of magnetic compass. അതായത് മാഗ്നറ്റിക് മെരീഡിയൻ എന്ന് പറയുന്നത് നമ്മളൊരു മാഗ്നറ്റ്, ഒരു കോമ്പസ് ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ കോമ്പസ് ആണ്. ഈ കോമ്പസ് നമുക്കറിയാം, വടക്ക് നോക്കി യന്ത്രം എന്നാലും മലയാളത്തിൽ പറയാം. ഈ കോമ്പസ് ഫ്രീ ആയിട്ട് ഇങ്ങനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? അതെങ്ങനെ നിൽക്കുക? അത് നോർത്ത് പോള് സൗത്ത് പോളായിട്ട് കറക്റ്റ് ആയിട്ട് നിൽക്കും. നോർത്ത് സൗത്ത് ആയിട്ട് കറക്റ്റ് ആയിട്ട് നിൽക്കും. ഏത് കോമ്പസ് ഒരിക്കലും ദിശ മാറിക്കില്ല. ഏത് സാഹചര്യത്തില് ആ കോമ്പസിനെ അട്രാക്ട് ചെയ്യാനുള്ള അതർ ഫോഴ്സസ് ഇവിടെ എവിടെയും ഉണ്ടാവരുത്. ഇതിന്റെ സറൗണ്ടിങ്ങില് കോമ്പസിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് മെറ്റീരിയല് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത് അട്രാക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു മെറ്റീരിയലും എവിടെ ഉണ്ടാകാൻ പാടില്ല, കോമ്പസിന്റെ പരിസരത്ത് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ സമയത്ത് ഉണ്ടാകുന്ന ഏത് ഡയറക്ഷനാണ് നിൽക്കുന്നത് ആ ഡയറക്ഷനാണ് എന്ത് ചെയ്യുന്നത്, നമ്മള് മാഗ്നറ്റിക് മെരീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിച്ചിട്ടാണ് മാഗ്നറ്റിക് മെരീഡിയൻ നമ്മൾ കണ്ടുപിടിക്കുക. തേർഡ് വൺ, ആർബിട്രറി meridian. Arbitrary meridian is any convenient direction towards a permanent and prominent mark or signal such as church spire or top of a chimney. അതായത് നമ്മളൊരു പെർമനന്റ് ആയിട്ട് ഉയർന്നു നിൽക്കുന്നതും അതേസമയം സ്ഥിരമായതുമായ ഒരു അടയാളം അല്ലെങ്കിൽ ഒരു സിഗ്നല്, അത് ഉദാഹരണത്തിന് നമ്മുടെ പള്ളിയുടെ ഗോപുരമാവാം, അല്ലെങ്കിൽ ഒരു നല്ല ചിമ്മിനി ആവാം. ഇത് ഏതെങ്കിലും ഒരു അടയാളം പിടിച്ചിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് ചെയ്യുന്നു. ആ ഡയറക്ഷനാണ് നമ്മൾ വെക്കുന്ന കോമ്പസ് വെക്കുന്നതിൽ നിന്നുള്ള ആ ചിമ്മിനിയിലേക്കുള്ള അല്ലെങ്കിൽ ചർച്ചിന്റെ സ്പെയറിലേക്കുള്ള ആ ഡയറക്ഷൻ നമ്മൾ അത് സെറ്റ് ചെയ്യുന്നു. അതാണ് ആർബിട്രറി മെരീഡിയൻ എന്ന് പറയുന്നത്. ആ ആർബിട്രറി മെരീഡിയനിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, ബെയറിംഗ് കണ്ടുപിടിക്കുന്നു. ഓക്കെ,
അതാണ് ആർബിട്രറി മെറിഡിയൻ എന്ന് പറയാം. അപ്പോ 3 മെറിഡിയൻസ് മനസ്സിലാവുന്നു. ട്രൂ മെറിഡിയൻ, സെക്കൻഡ് വൺ 90 മെറിഡിയൻ, തേർഡ് വൺ ആർബിട്രറി മെറിഡിയൻ. നെക്സ്റ്റ് types of bearing. Types of bearings. Types of bearings. രണ്ട് തരത്തിലാണ് ബെയറിംഗ്സ് കണക്കാക്കുന്നത്. ഒന്ന് ദ ഓൾ സർക്കിൾ ബെയറിംഗ് സിസ്റ്റം ഓർ അസിമുതൽ സിസ്റ്റം എന്ന് പറയും. ഓൾ സർക്കിൾ ബെയറിംഗ് സിസ്റ്റം WCB അഥവാ ഓൾ സർക്കിൾ ബെയറിംഗ് സിസ്റ്റം or അസിമുതൽ ബെയറിംഗ് സിസ്റ്റം എന്ന് പറയും. ബെയറിംഗ് സിസ്റ്റം ഓൾ സർക്കിൾ ബെയറിംഗ് സിസ്റ്റം എന്ന് പറയും. സെക്കൻഡ് വൺ ക്വാഡ്രന്റൽ ബെയറിംഗ് സിസ്റ്റം. ക്വാഡ്രന്റൽ ബെയറിംഗ് സിസ്റ്റം. ക്വാഡ്രന്റൽ ബെയറിംഗ് സിസ്റ്റത്തിന് RBC എന്ന് പറയും. RBC ക്വാഡ്രന്റൽ ബെയറിംഗ് സിസ്റ്റം ഓർ റെഡ്യൂസ്ഡ് ബെയറിംഗ് സിസ്റ്റം. റെഡ്യൂസ്ഡ് ബെയറിംഗ് സിസ്റ്റം. റെഡ്യൂസ്ഡ് ബെയറിംഗ് സിസ്റ്റം RBCയും WCBയും. ഇതാണ് രണ്ട് ബെയറിംഗ് സിസ്റ്റങ്ങൾ. എന്താണ് ഓൾ സർക്കിൾ ബെയറിംഗ് സിസ്റ്റം? The whole circle bearing system WCB or azimuthal system. In this system, the bearing of a line is measured with magnetic north in clockwise direction. Magnetic north in clockwise direction. അതായത് നമുക്കറിയാം ഇത് മാഗ്നറ്റിക് നോർത്ത്, ഇത് മാഗ്നറ്റിക് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. ഈ മാഗ്നറ്റിക് നോർത്തിൽ നിന്നും ക്ലോക്ക് വേസ് ഡയറക്ഷനിൽ ആംഗിൾ എന്ത് ചെയ്യുന്നു? ക്ലോക്ക് വേസ് ഡയറക്ഷനിൽ ഈ നോർത്ത് ഡയറക്ഷനിൽ നിന്നും ക്ലോക്ക് വേസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആംഗിൾ മെഷർ ചെയ്യുന്നത്. In this system, the bearing of a line is measured with magnetic north in clockwise direction. The value of bearing thus varies from 0 to 360 degrees. ഇത് 0 മുതൽ 360 ഡിഗ്രി വരെ ആവാം. ഇതിന്റെ വാല്യൂ നമ്മൾ അളക്കുന്ന ആ അളവ് എന്ന് പറയുന്നത് ഒന്നുകിൽ 0 ആവാം, 1 2 3 അങ്ങനെ 90 180 അങ്ങനെ വന്നിട്ട് 360 ഡിഗ്രി വരെ ആവാം ഇതിലെ ഓൾ സർക്കിൾ ബെയറിംഗ് സിസ്റ്റത്തിലെ അളവുകൾ. ഇതിന് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് പ്രിസ്മാറ്റിക് കോമ്പസ് ആണ്. പ്രിസ്മാറ്റിക് കോമ്പസ് ഈസ് ഗ്രാജുവേറ്റഡ് ഇൻ ദിസ് സിസ്റ്റം. നേരത്തെ പറഞ്ഞു പ്രിസ്മാറ്റിക് കോമ്പസിലാണ് ഈ 0 to 360 ഡിഗ്രി മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇതാണ് നമ്മളെ അടുത്ത അടയാളങ്ങളിൽ. ഇതിന്റെ ആംഗിൾ നമ്മളിവിടെ കാണിച്ചു. ഇത് നമുക്ക് ഈ സെവലാണെങ്കിലും നമുക്ക് ഇവിടെ നിന്നാണ് അളവില്ല, ഇവിടുന്ന് ഇവിടെ വരും. അത് നമ്മള് അങ്ങനെ ഇനിയിപ്പോ ഇവിടുത്തെ അളവാണ് കിട്ടുന്നതെങ്കിൽ ഇവിടുന്ന് ഇവിടെ വരെ. ഇത് അതിന്റെ ഡിഗ്രികള്. ഇതേത്തെ അളവാണെങ്കിൽ ഇവിടുന്ന് ഇവിടെ വരെ. അപ്പൊ അത് 90 വളരെ കറക്റ്റ്. അങ്ങനെ എല്ലാ അളവുകളും ഇതേപോലെയാണ് സർക്കിൾ ബെയറിംഗ് സിസ്റ്റത്തിൽ മാർക്ക് ചെയ്യാം. സിമ്പിൾ ആണ്. നെക്സ്റ്റ് ക്വാഡ്രന്റൽ ഓർ റെഡ്യൂസ്ഡ് ബെയറിംഗ് സിസ്റ്റം. ആ സിസ്റ്റം ഒന്ന് നോക്കാം. ഇതില് നമ്മൾ സർവേസ് കോമ്പസ് ആണ് ഉപയോഗിക്കുന്നത്. സർവേസ് കോമ്പസ് ഉപയോഗിച്ചിട്ട് എടുക്കുന്ന റീഡിംഗ് ആണ് ക്വാഡ്രന്റൽ ബെയറിംഗ് സിസ്റ്റം ഉപയോഗിച്ച് ചെയ്യുന്നത്. ഇതില് റീഡിംഗ് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്. ഇവിടെ നമ്മുടെ മെഷീൻ നേരത്തെ പറഞ്ഞു, എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ദ ക്വാഡ്രന്റൽ ബെയറിംഗ് സിസ്റ്റം or reduced bearing system. In this system, the bearing of a line measured eastward or westward. ഒന്നുകിൽ ഈസ്റ്റ്വേർഡ് അല്ലെങ്കിൽ വെസ്റ്റ്വേർഡ്. ഈസ്റ്റ്വേർഡ് or westward. From north or south. From north or south.
അപ്പൊ നോർത്തിൽ നിന്ന് ഈസ്റ്റ് വാർഡിലേക്ക് അല്ലെങ്കിൽ സൗത്തിൽ നിന്ന് ഈസ്റ്റ് വാർഡിലേക്ക്, നോർത്തിൽ നിന്ന് വെസ്റ്റ് വാർഡിലേക്ക് അല്ലെങ്കിൽ സൗത്തിൽ നിന്ന് വെസ്റ്റ് വാർഡിലേക്ക്, ഇങ്ങനെയാണ് എന്ത് ചെയ്യുക ഇതിന്റെ മെഷർമെന്റ് നടത്തുന്നത്. മനസ്സിലല്ലേ? അതിൽ ഏതാണോ നിയറസ്റ്റ് ആ നിയറസ്റ്റ് ഉള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു എക്സാമ്പിളില് ഇവിടുന്ന് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ സർവേ ലൈൻ എങ്കിൽ നമ്മൾ റീഡിങ് കിട്ടുന്ന സർവേ ലൈൻ ഇതാണെങ്കിൽ നമ്മൾ നോർത്തിൽ നിന്നല്ല അങ്ങോട്ട് മെഷർ ചെയ്യുക, പകരം സൗത്തിൽ നിന്നാണ് ഇങ്ങോട്ട് മെഷർ ചെയ്യുക. സൗത്തിൽ നിന്ന് ഈസ്റ്റിലേക്കാണ് മെഷർ ചെയ്യുക. കാരണം ഇതാണ് ഈ സൗത്തിൽ നിന്നും അടുത്തതാണ് ഇത്, അല്ല ഇതിലെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ നോർത്തിൽ നിന്നാണ് മെഷർ ചെയ്യുക. ശരിയല്ലേ? ഇനിയിപ്പോ അടുത്തൊരു ലൈന് ഈ ലൈനിൽ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ സൗത്തിൽ നിന്നും ഇവിടേക്ക് ഈസ്റ്റിലേക്ക് മെഷർ ചെയ്യും. അപ്പൊ ഇവിടുന്ന് എത്രയാണ് ഡിഗ്രി കിട്ടിയത്? ഒരു 60 ഡിഗ്രിയാണ് കിട്ടിയത്. 60 ഡിഗ്രി. 60 ഡിഗ്രിന്റെ കൂടെ നമ്മൾ എന്ത് മാർക്ക് ചെയ്യും? സൗത്ത് ഈസ്റ്റ് എന്ന് കൂടി മാർക്ക് ചെയ്യും. സൗത്ത് ഈസ്റ്റ് SE കൂടെ മാർക്ക് ചെയ്യും. എന്നാലാണ് സൗത്തിൽ നിന്ന് ഈസ്റ്റിലേക്കാണ് നമ്മൾ മെഷർ ചെയ്താൽ മനസ്സിലാവത്തുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് ഇവിടെയാണ് ലൈൻ വരുന്നതെങ്കിൽ, ഇവിടെയാണോ സർവേ ലൈൻ വരുന്നതെങ്കിൽ നോക്കുക, നമ്മള് ഇവിടുന്ന് എല്ലാം മെഷർ ചെയ്യുന്നത് പകരം ഇവിടുന്ന് ഇങ്ങോട്ടാണ് മെഷർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എത്രയാണ് ഇത് കിട്ടിയിരിക്കുന്നത്? ഇത് 45 ഡിഗ്രി ഉണ്ട്. 45 ഡിഗ്രി. അത് നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യും? നോർത്ത് ഈസ്റ്റ് എന്ന് മാർക്ക് ചെയ്യും. നോർത്തിൽ നിന്ന് ഈസ്റ്റിലേക്ക് 45 ഡിഗ്രി നമുക്ക് കിട്ടി. ഇവിടെ സൗത്തിൽ നിന്നും ഈസ്റ്റിലേക്ക് 60 ഡിഗ്രിയാണ് കിട്ടിയത്. ഇനിയിപ്പോ ഇതിനെ നമുക്ക് അതേപോലെ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അളവ്, ഈ ലൈൻ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. എങ്ങനെ മാർക്ക് ചെയ്യാം? നോർത്തിൽ നിന്നും വെസ്റ്റിലേക്ക്, നോർത്ത് വെസ്റ്റ്. എത്രയാണ് കിട്ടിക്കുന്ന അളവ് എന്ന് പറയുന്നത്? എത്രയുണ്ടാവുക? ഇവിടെ 30 ഡിഗ്രി ഉണ്ടാവും. 30 ഡിഗ്രി. ഇപ്പൊ നോർത്ത് വെസ്റ്റ് 30 ഡിഗ്രി. ഇതാണ് അളവ്. അതുപോലെ ഇതും നമുക്ക് മാർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് മാർക്ക് ചെയ്യുക. ഇവിടുന്ന് ഇങ്ങോട്ടല്ല, ഇവിടുന്ന് ഇങ്ങോട്ടാണ് മാർക്ക് ചെയ്യുക. അപ്പൊ നമ്മളവിടെ സൗത്ത് വെസ്റ്റ് എന്ന് എഴുതും. ഡിഗ്രി എത്രയായിരിക്കും? 45 ഡിഗ്രി. നമ്മൾ അളന്ന് കണ്ടുപിടിക്കുന്ന ഡിഗ്രിയാണ് 45 ഡിഗ്രി. ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ക്വാഡ്രന്റൽ ബെയറിംഗ് സിസ്റ്റം അഥവാ റെഡ്യൂസ്ഡ് ബെയറിംഗ് സിസ്റ്റത്തിൽ മെഷർമെന്റ് നടത്തുന്നത്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. സൗത്തിൽ നിന്നും വെസ്റ്റിലേക്ക് അല്ലെങ്കിൽ നോർത്തിൽ നിന്നും വെസ്റ്റിലേക്ക്, നോർത്തിൽ നിന്ന് ഈസ്റ്റിലേക്ക് അല്ലെങ്കിൽ സൗത്തിൽ നിന്നും ഈസ്റ്റിലേക്ക്, ഏതാണോ നിയറസ്റ്റ് ആ നിയറസ്റ്റ് ഭാഗത്തിൽ നിന്നാണ് നമ്മൾ മെഷർ ചെയ്യുക. ഇവിടേക്ക് ഈ ലൈനിലേക്ക് ഒരിക്കലും സൗത്തിൽ നിന്നും ഇങ്ങോട്ട് മാർക്ക് ചെയ്യരുത്. അതിന് പകരം ഇവിടെ നിങ്ങൾ, കാരണം ഇതിന്റെ ഗ്രാജുവേഷൻസ് നമുക്കറിയാം. ഇവിടെ 0 ആണ്, ഇവിടെ 90 ആണ്, ഇവിടെ 0 ആണ്, ഇവിടെ 90 ആണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ 10, 20, 30, 45, 60, 80, 90. അതുപോലെ ഇവിടുന്ന് 10, 20, 30, 40, 65 അങ്ങനെ 80, 90. അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെ പോകുന്നു. 10, 20, 30, 40, 50, 60, 80, 90. ഇവിടുന്ന് ഇങ്ങോട്ടും അതേപോലെ തന്നെയാണ് ഗ്രാജുവേഷൻ വരുന്നത്. അപ്പൊ നമുക്ക് കറക്റ്റ് ആ മെഷർ ചെയ്യാൻ എളുപ്പമാണ്. ഈ ഗ്രാജുവേഷൻസ് എങ്ങനെ ആയതുകൊണ്ട് ഇവിടുന്ന് തന്നെയാണ് നമ്മൾ നോക്കുക. അതുപോലെ തന്നെ ഇവിടുന്നാണ് ഗ്രാജുവേഷൻ ആണ്, ഇവിടെ തന്നെയാണ് നോക്കുക. ഇവിടുന്ന് ഇങ്ങോട്ട് ഗ്രാജുവേഷൻ അതുകൊണ്ട് ഇവിടെ തന്നെയാണ് നോക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഗ്രാജുവേഷൻ, അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെയാണ് നോക്കുക. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നോക്കാൻ കഴിയും. ഇതാണ് എന്ത് ക്വാഡ്രന്റൽ ബെയറിംഗ് സിസ്റ്റം അഥവാ റെഡ്യൂസ്ഡ് ബെയറിംഗ് സിസ്റ്റം വഴി നമ്മൾ ഡയറക്ഷൻസും ആംഗിളും മെഷർ ചെയ്യുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി കാണുന്നതെന്നു. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ.